ഞാനിന്നിവിടെ ഡ്യൂട്ടിക്ക് വന്നപ്പോഴത്തേക്ക് ഡീനെന്നൊക്കെ എഴുതിയൊരു പാക്ക് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ടീം ലീഡേഴ്സിൻ്റെയും നഴ്സസിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്കിവിടെ നഴ്സസ് വീക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്തൊക്കെയോ നമുക്ക് വെച്ചിട്ടുണ്ട്. എന്താ നോക്കാവേ. ഓക്കെ, നമുക്കൊരു പെന്നുണ്ട്. അതിനകത്ത് ഇതാ നോക്കാം, കുറച്ച് നല്ല വേർഡിങ്സ് ഒക്കെ എഴുതി നമുക്കൊരു പെന്ന് ഇറ്റ്സ് എ ടോക്കൺ ഓഫ് ദിയർ അപ്രിസിയേഷൻ. പിന്നെ ഇതിൻ്റെ ക്യാൻഡി ഉണ്ട്. ആൻഡ് ഐ തിങ്ക് ഒരു ഗിഫ്റ്റ് വൗച്ചർ ഫ്രം ആമസോൺ ആണെന്ന് തോന്നുന്നു, ഒരു വൗച്ചറുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു വൗച്ചർ നമുക്ക് നമ്മുടെ ന്യൂ ഇയറിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു വൗച്ചർ. അത് എല്ലാ സ്റ്റാഫിനും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആമസോണിൻ്റെ ഒരു വൗച്ചറുണ്ട്. ഒരു വൗച്ചറുണ്ട്. എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ് അതിനകത്ത് ഉള്ളതെന്ന്. അപ്പോൾ എന്തായാലും ഐ എം സോ ഹാപ്പി. സാധാരണ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര മടിയാണ്. പക്ഷേ എന്തോ ഈ കമ്പനീനെ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നുണ്ട്. ഓരോരുത്തരും ചെയ്യുന്ന വർക്കിന്, അതിപ്പോൾ കെയറേഴ്സ് ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവരെപ്പോഴും അത് അപ്രിഷ്യേറ്റ് ചെയ്യും കേട്ടോ. സോ അത് സത്യം പറഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനായിട്ടും ഒത്തിരി അതിപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും, അത് ജോലിയിലാണെങ്കിലും ശരി, റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, നമുക്ക് ഈ അപ്രിസിയേഷൻ എന്ന് പറയുന്നൊരു കാര്യം ഭയങ്കര വലിയ സംഭവമാണ്. നമ്മൾ ആരെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യത്തിലാണെങ്കിലും പോട്ടെ, നമ്മളുള്ളൊരു ചെറിയ നന്മ അല്ലെങ്കിൽ ഒരു ചെറിയ പോസിറ്റീവ് കാര്യത്തിൽ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെക്കാട്ടിയും 100% പണ്ട് ചെയ്തതിനെക്കാട്ടിയും 100% മോർ എഫേർട്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് ഇടും. സോ അപ്രിസിയേഷൻ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഡോണ്ട് ഫർഗെറ്റ് ടു അപ്രിഷ്യേറ്റ് സംബഡി ഹു ഈസ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് മാജിക്. ഓക്കെ, ഇവിടെ ജോലി ഇനിയും ബാക്കി കിടക്കുവാണ്. ഇവിടെ രാത്രി 10:59 ആയുള്ളൂ. ജോലി കിടക്കുവാണ്. മെഡ്സൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബാക്കി പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.